കേരളം ആകെ ആകർഷിച്ച, ശ്രദ്ധ നേടിയ ഈ യാത്ര അവസാനിക്കുമ്പോൾ 2-3 കാര്യം വളരെ പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ജിഫ്രി തങ്ങളുടെ യാത്ര വളരെയധികം ശ്രദ്ധ ആകർഷിച്ചെന്നും വളരെ അധികം ഗംഭീരമായെന്നും ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, സന്തോഷം. പിന്നെ വളരെ അധികം പോരായ്മയായിട്ട് 2-3 കാര്യം മാത്രമേ അയാൾക്ക് തോന്നിയുള്ളൂ. ബാക്കിയല്ല, ആയിരക്കണക്കിന് കാര്യങ്ങൾ നടന്നു. അതെല്ലാം മികച്ച രീതിയിൽ അവർ തന്നെ സമ്മതിക്കുന്നു. അതെല്ലാം മികച്ച രീതിയിൽ പര്യവസാനിച്ചുവെന്നും കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ ശ്രദ്ധ തന്നെ തിരിച്ച വലിയ ഒരു യാത്ര, മുന്നേറ്റമായി സമസ്തയുടെ യാത്ര എന്നും ഇവർ വിലയിരുത്തുകയാണ്. ഇനി എന്താണ് ഇയാൾക്ക് 2-3 പോരായ്മകൾ എന്ന് പരിശോധിക്കാം. പരിശോധിക്കുമ്പോൾ അത് ജിഫ്രി തങ്ങളുടെ യാത്രയുടെ പോരായ്മയല്ല, അവനാൻ്റെ പോരായ്മയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവനാൻ്റെ ബുദ്ധിക്കുറവും ചിന്തക്കുറവുമാണ് ഈ പോരായ്മ എന്ന് ഇയാൾക്ക് തോന്നിയത്. നമുക്കൊന്ന് കേൾക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഹക്കീം ഫൈസിൻ്റെ കീഴിലാകുള്ളത് 58 സ്ഥാപനങ്ങളാണ്. മൂപ്പരെ കീഴിലാണെന്ന് പറയുകയാണെങ്കിൽ അതിന് 10,000-ത്തിലധികം സ്ഥാപനങ്ങളുള്ള ഒരു 58 മദ്രസ കയ്യിലുള്ള ഒരാളൊക്കെ എത്ര ചെറുതാണ്. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാരും പറയുന്നില്ല. ഈ രണ്ടാംകട നേതാക്കന്മാർ അവരാണല്ലോ ഇതൊക്കെ ആക്രമണത്തിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കുന്ന ആളുകൾ. രീതികളൊക്കെ വളരെ പക്വമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മോശമല്ലേ? ഈ ഒരു സ്ഥാപനം ഇപ്പോൾ AP ഭാഗത്തിന് മുന്നോടുകയാണെങ്കിൽ അതിന് അർത്ഥമുണ്ട്. അവർക്കൊരു 10,000-ത്തോളം മദ്രസയും സ്ഥാപനങ്ങളൊക്കെ ഉള്ള എല്ലാ മഹലുകളിലും സാന്നിധ്യം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇയാളെ പരാതി ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്ന ഹക്കീം ഫൈസിനെ വലിയ ഒരു പ്രസ്ഥാനം വിമർശിക്കുന്നത് ശരിയാണോ? എന്നിപ്പോൾ നിങ്ങൾ ചെറുതായത് ഇതുവരെ സമസ്തയോട് കിടപിടിക്കാനുള്ള മത്സരത്തിലല്ലേ? ഞങ്ങൾക്ക് ഇത്ര സ്ഥാപനങ്ങളുണ്ട്, സമസ്തക്ക് ഇത്രയും ആയിട്ടില്ല, SNECക്ക് അത്രയേ ഉള്ളൂ, അത്ര കുട്ടികൾ ഇവിടെ ഉള്ളൂ, അത്രേ അവിടെ ഉള്ളൂ, അത്ര അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം നിർത്തിയപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് മാറ്റി തിരുത്തേണ്ടി വന്നല്ലോ. അപ്പം നിങ്ങൾ ചെറുതായി, ഓക്കെ, അത് സമ്മതിച്ചത് നന്നായി. കുറഞ്ഞ സ്ഥാപനങ്ങളേ ഉള്ളൂ, കുറഞ്ഞ കുട്ടികളേ ഉള്ളൂ, ഓക്കെ. അതെന്തിനാണ് വിമർശിച്ചത് എന്നല്ലേ? സമസ്തക്ക് അതിൻ്റെ ചരിത്രം പറഞ്ഞു പോകുമ്പോഴേ ചെറുത് വലുതൊന്നും നോക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു പോകണം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ സമസ്ത പറഞ്ഞു പോകും. ഇപ്പോൾ ഇല്ലാത്തായിപ്പോയി പലതും. അതിനെക്കുറിച്ച് ഇപ്പോഴും സമസ്ത പറയുന്നുണ്ട്. അഖില കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞൊരു സംഘടന ഇല്ലാതെ ആയിപ്പോയി. എന്നാൽ ആ മണ്ണിട്ട് പോയ ആ സംഘടനയെക്കുറിച്ച് എന്തിനാണ് ഇപ്പോഴും പറയണത് എന്ന് ചോദിക്കുന്നുണ്ടോ? പക്ഷേ ആ ചരിത്രം പറഞ്ഞു വരുമ്പോൾ അതൊക്കെ പറയണം. ഇതുപോലെ ഇപ്പോൾ കാദിയാനികളെ കുറിച്ച് പറയുന്നുണ്ട്. കാദിയാനികളെക്കുറിച്ച് ആദ്യമായിട്ട് തീരുമാനമെടുത്ത് അവർ കാഫറുകളാണ് തീരുമാനമെടുത്ത് സമസ്തയാണ്. ഇന്ന് കാദിയാനികൾ എത്രയുള്ളത്? അവരെ ഇത്രയും വലിയ സംവിധാനങ്ങളും ഒക്കെയുള്ള സമസ്ത വിമർശിക്കുന്നത് ശരിയാണോ എന്ന് ആരെങ്കിലും ചോദിക്കലുണ്ടോ? ഇതേപോലെ ആലുവ ത്വരീഖത്ത്, അവർക്ക് നോക്കിയാൽ നിങ്ങളത്രയും സ്ഥാപനം ഉണ്ടാവില്ല. അവരെ സമസ്ത വിമർശിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ആ സമസ്ത അവർക്കെതിരെ എടുത്ത തീരുമാനങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റാണ് ഇതുപോലെ തീരുമാനം എടുത്ത കൂട്ടത്തിൽ CIC, വഫിയ സംവിധാനങ്ങൾ. അപ്പോൾ സമസ്ത അത് വിമർശിക്കുകയും അതിൻ്റെ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇനി ചരിത്രത്തിൽ അങ്ങനെ സമസ്തയുടെ ചരിത്രം അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ അപ്പോഴും പറയും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകുക എന്നല്ല. അഖില കേരള ജമിയത്തുൽ ഉലമക്കൊക്കെ സംഭവിച്ചതുപോലെ നിങ്ങളെ സംഭവം തന്നെ പിരിച്ചുവിട്ടുണ്ടാവും. അപ്പോഴും സമസ്ത ഇത് പറയും. അന്ന് അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു, വഫിയ അറിഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെതിരെ തീരുമാനമെടുത്തു എന്ന് അന്ന് പറയും സമസ്ത. മനസ്സിലായില്ലേ? അതാണ് സമസ്ത ഇങ്ങനെ അതിൻ്റെ പ്രയാണത്തിൽ അതിൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകും. മനസ്സിലായില്ലേ? നിങ്ങൾ വലിയൊരു സംഭവമായിട്ടല്ല അതാദ്യം മനസ്സിലായിക്കോ. ഈ ചിന്തക്കുറവിൻ്റെ പ്രശ്നമാണത്. ശരിയായ ചിന്ത ഇല്ലാത്തതും ചില അസൂയാവഹമായിരിക്കുന്ന ചില കുനിഷ്ട് ബുദ്ധിയും ഒക്കെ സമ്മേളിക്കുമ്പോൾ തലക്ക് വരുന്ന ചില പ്രശ്നങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇനി അദ്ദേഹം നയലിന് വെടിവെക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കും. അപ്പോൾ ഇത് ഒരു മോശപ്പെട്ട പരിപാടിയായി. പിന്നെ ഇപ്പോൾ നമുക്കറിയാം,
സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ തലപ്പത്താണ്. അപ്പം പിന്നെ നേരിന് വെടിവെക്കുകയാണ് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാം. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മധ്യസ്ഥതയിൽ എടുത്ത 9 തീരുമാനങ്ങളെ ഇപ്പോഴും അംഗീകരിക്കാതെ ആ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേരെ മുന്നിൽ പോയിട്ട് നെഞ്ചിന് വെടിവെക്കുന്ന ആളുകൾ തന്നെയാണ് പറയണത് നേലിന് വെടിവെക്കുന്നവർ കുറ്റം പറയണേ. നേലിന് വെടിവെക്കുകയാണെന്ന് പറയുന്ന ആളുകളെ നേരെ നെഞ്ചിനാണ് വെടിവെക്കുന്നത്. കാരണം മൂപ്പരെടുത്ത 9 തീരുമാനമെങ്കിലും നിങ്ങളൊന്ന് അംഗീകരിക്കുക ചങ്ങൈമാരെ, എന്നിട്ട് പറയുമ്പോൾ ഒരു രസമുണ്ട്. ബാക്കിയുള്ള ന്യൂനതകൾ എന്താണ്? ഇപ്പോൾ യാത്രൻ്റെ ന്യൂനത ഇപ്പോൾ 2-3 ന്യൂനതകളാണുള്ളത്. ആ ന്യൂനത ഇപ്പോൾ പരിശോധിക്കണം. അത് നമുക്ക് ബാക്കി കേട്ടോക്കാം. മറ്റൊരു കാര്യം, ഈ സ്തുതി പാഠകർ, കൊട്ടാര സ്തുതി പാഠകർ എന്നൊക്കെ പറയുന്ന മാതിരി ഇത് ഇസ്ലാമികമായിട്ട് വല്ലാതെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതാണ്. അള്ളാഹിൻ്റെ റസൂലിനെ കണക്കിലേറെ മദ്ഹ് ചെയ്യാം. കണക്കിലേറെ എന്ന് പറഞ്ഞാൽ എത്ര മദ്ഹ് ചെയ്തതിൽ എത്തൂല. ബാക്കിയുള്ള മദ്ഹൊക്കെ സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ രംഗമാവട്ടെ മതരംഗമാവട്ടെ മനസ്സിൻ്റെ അകത്തൊരു കുളിരുണ്ട്, ഒരാനന്ദമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്, ഒരു ശാന്തിയുണ്ട്. എന്താ? നമുക്കൊരവസാന വാക്കുണ്ട് എന്ന കാരണത്താൽ. ആ അവസാന വാക്ക് നമ്മളുടെ ഇടയിലുള്ളിടത്തോളം കാലം കൊടപ്പനക്കൽ, തറവാട്, പാണക്കാട്, പൂക്കോയത്തങ്ങളുടെ മക്കൾ എന്ന വാക്കുകളൊക്കെയും കേരളത്തിൻ്റെ സന്തോഷത്തിൻ്റെ പര്യായങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിൻ്റെ മാനദണ്ഡങ്ങളാണ്. അവരെങ്ങോട്ട് പോകും, അവരെങ്ങനെയാകുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ശാന്തമായ നിലനിൽപ്പിന് ഇങ്ങനെയുള്ളവരെല്ലായിടത്തും ഉണ്ടാകണമെന്ന് അറിയുന്നവരൊക്കെയും അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന വലിയ ഒരു അത്ഭുതമാണ്. മദ്ഹ് അങ്ങനെ നീണ്ടുപോവുകയാണ്. ഇത് സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ ബാക്കി പറയുന്നുണ്ട് തങ്ങന്മാരെ കുറിച്ചാണെങ്കിലും സാദിഖ് അലി അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. പാണക്കാട് തങ്ങന്മാരെ കുറിച്ചാണെങ്കിലും അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ പരിപാടിയാണ് വാഫികളുടെ പരിപാടിയിൽ ഈ മദ്ഹ് ചെയ്യുന്നതാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. ഇവരുടെ ഭാഷ പ്രകാരം ഇത് തെറ്റാണ്. തെറ്റാണെങ്കിൽ ഇവർ എവിടെയാണ് ആദ്യം പറയേണ്ടത്? ഈ പരിപാടി കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങളായി. ഇപ്പോൾ സയ്യിദുൽ ഉലമനെ മദ്ഹ് ചെയ്തപ്പോഴാണ് ഇയാൾക്ക് ഇത് തെറ്റാണ് എന്ന് ജനങ്ങളോട് പറയാൻ തോന്നിയത്. അപ്പോൾ എവിടെയാണ് തലക്ക് കംപ്ലൈൻറ്റ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഇട്ടത്. അപ്പോൾ മദ്ഹ് ചെയ്യുന്നത് തെറ്റാണ്. ഇയാൾക്ക് കിതാബ് ഓതിയിട്ടില്ല. കിതാബ് ഓതിക്കൊടുക്കണേ, എന്താണ് ഇയാൾ ഓതിക്കൊടുക്കണമെന്നും അറിയില്ല. ജസ്റ്റ് ആ റിയാദു സ്വാലിഹീൻ്റെ ദലീൽ ഫാലിഹൈൻ എന്ന ഒരു ഹാഷ്യമുണ്ട്. അതെങ്കിലും എടുത്തൊന്ന് പരിശോധിച്ചാൽ അറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് ചെയ്യുന്നൊരു സന്ദർഭം വരുന്നുണ്ട്. അബൂബക്കർ ആ ഗണത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ അഹങ്കരിക്കുന്ന ഗണത്തിൽപ്പെട്ടതല്ല എന്ന് പറയുന്ന ഒരു ഹദീസ് വരുന്നുണ്ട്. ഈ ഹദീസിനെ വെച്ചുകൊണ്ട് ഈ ഹദീസ് നിങ്ങൾ മദ്ഹ് ചെയ്യുന്നവരുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയണമെന്ന ഹദീസുമായിട്ട് എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ജമ്മ ചെയ്തുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണത്? മദ്ഹ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് അത് എന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുകൊണ്ട് ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ഉയർച്ച തോന്നലോ മറ്റൊന്നും വരില്ല എന്നുറപ്പുള്ള നേതാക്കളാണെങ്കിൽ അവരെ മദ്ഹ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തത് എന്ന് ഷറഹുകളിലെല്ലാം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് ആ റിയാദു സ്വാലിഹീൻ്റെ ഷറഹെങ്കിലും നോക്കിയാൽ മതി. ഏത് കോളേജിലാണ് അയാൾ ഓതി കൊടുക്കണത്? ഇതൊന്നും നോക്കാതെയാണോ നിങ്ങൾ കിതാബ് ഓതി കൊടുക്കണം കുട്ടികൾക്ക്? അപ്പോൾ മദ്ഹ് ചെയ്യുന്നത് എല്ലാവരെയും ഒരുപോലെയല്ല. മനസ്സിൻ്റെ ക്വാളിറ്റി. അപ്പോൾ പാണക്കാട് തങ്ങന്മാരെ മദ്ഹ് ചെയ്യുകയാണെങ്കിൽ അവർ അതുകൊണ്ടൊന്നും പൊന്തൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരെ മദ്ഹ് ചെയ്യാം. സയ്യിദുൽ ഉലമനെ
മദ്ഹ് ചെയ്തിട്ട് പൊന്തിക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനത്തെ ഒരു ജാക്കിമ പൊന്തുന്ന ആളുമല്ല സയ്യിദുൽ ഉലമ. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ കർണാടകയിൽ വെച്ചുകൊണ്ടുള്ള ആ സമാപന സമ്മേളനത്തിൽ അവിടെ വെച്ചുകൊണ്ട് സലാം ബാക്കി ഉസ്താദ് ആ സയ്യിദുൽ ഉലമയെ വർണ്ണിക്കുന്നത് അത് സമസ്ത പ്രവർത്തകർക്കുള്ള പ്രസ്ഥാനത്തിനോടുള്ള ഒരു സ്നേഹവും ഹിമ്മത്തും അത് ആ മനസ്സിലേക്ക്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ അടിയുറച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കണമെന്ന് ഉണർത്താൻ നമ്മുടെ നയിക്കുന്ന നേതാവ് ഈ ക്വാളിറ്റികളൊക്കെ ഒത്തിണങ്ങിയ ആളാണ് എന്ന് പറയാൻ വേണ്ടി അവിടെ ഏറ്റവും ഉചിതമായ പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദ് നടത്തിയിട്ടുള്ളത്. ഓരോ സമസ്ത പ്രവർത്തകൻ്റെയും ഉള്ളിൽ അത് തറക്കുന്നതാണ്, അവനക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മദ്ഹ് ചെയ്യരുത്, മദ്ഹ് പറയുന്നവരുടെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് വാരി എറിയണമെന്ന് പറഞ്ഞ ഹദീസൊക്കെ അതിൻ്റെ സന്ദർഭം ഏതാണ്, അത് ആർക്കൊക്കെ ബാധകമാകും, ആർക്ക് ബാധകമാവൂല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഹദ്ദിസീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിക്കണ്ടേ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട. എത്ര പ്രതികരണങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വോയിസുകളൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള പാണക്കാട് തങ്ങന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടാവണ്ടേ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇതിന് അനുമതി നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കിതാബെല്ലാം കണ്ടവരാണ്, കിതാബ് ശരിക്ക് പഠിച്ചവരുമാണ്, മുറിമല്ലന്മാരായിരുന്നില്ല എന്നർത്ഥം. ഏതെങ്കിലും ഹദീസിൻ്റെ തുണ്ടെടുത്തിട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത് മുജാഹിദുകളുടെ ശൈലിയാണ്. അപ്പോൾ എന്താണ് മുഹദ്ദിസീങ്ങൾ നൽകിയ വ്യാഖ്യാനം എന്ന് നോക്കുന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ശൈലി. അത് മനസ്സിലാക്കണം, അതൊക്കെ ശരിക്കും പഠിക്കണം. കിതാബ് ഇയാൾത്തുനിന്ന് കോതി പഠിക്കണ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം. അവരങ്ങനെ ആയിത്തീർന്നിട്ടില്ലെങ്കിൽ എങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറ്റിങ്ങൾക്കൊക്കെ സൽബുദ്ധി നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.